Welcome to Homemade. ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത് ഒരു എഗ് മന്തിയാണ്. ചിക്കനും മട്ടനും ഒന്നും എല്ലാവരുടെയും വീട്ടിലെപ്പോഴും ഉണ്ടായെന്ന് വരില്ല, പക്ഷേ മുട്ട എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കറിൽ തട്ടിക്കൂട്ടി എടുക്കാൻ പറ്റിയ ഒരു മന്തിയാണ് എഗ് മന്തി. അപ്പോൾ മുട്ട വെച്ചിട്ടുള്ള മന്തിയാന്ന് പറഞ്ഞ് ടേസ്റ്റിന് യാതൊരു കുറവുമില്ല. ചിക്കൻ മന്തി ഉണ്ടാക്കുമ്പോഴുള്ള ആ ഒരു റൈസിൻ്റെ ടേസ്റ്റ് തന്നെ ഈ എഗ് മന്തി ഉണ്ടാക്കുമ്പോഴും കിട്ടും. നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ ഏറ്റവും എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. കുക്കറിലാകുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ എഗ് മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിൻ്റെ കൂടെയുള്ള മയോണൈസും അതുപോലെ തന്നെ ചട്നിയുടെയൊക്കെ വീഡിയോ ഞാൻ നേരത്തെ ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ആ വീഡിയോയുടെ ലിങ്ക്. അതും കൂടെ കണ്ടു നോക്കുക. അപ്പോൾ ഈസി ആയിട്ടുള്ള എഗ് മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ എഗ് മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. ആദ്യം നമുക്ക് ഇതിനായിട്ട് മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 7 കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് മന്തി മസാലയാണ്. മന്തി മസാലയുടെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കപ്സ മസാല, മന്തി മസാല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിക്കുക. അത് വരുമ്പോഴാണ് ഇതിന് കറക്റ്റ് ആ ഒരു മന്തിയുടെ ടേസ്റ്റ് വരിക. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം മന്തി മസാലയും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. ഒലിവ് ഓയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണ പാടില്ല. അപ്പോൾ ഒലിവ് ഓയിൽ കുറച്ച് ചേർത്തിട്ട് പോരാത്ത സൺഫ്ലവർ ഓയിൽ, അങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒലിവ് ഓയിലിന് അല്പം വില കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ കുറച്ചെങ്കിലും ഒലിവ് ഓയിൽ വരുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് വരിക. അപ്പോൾ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പുരട്ടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിത് ഉണ്ടാക്കുന്ന കുക്കറിലേക്ക് തന്നെ ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സാധാരണ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ പുഴുങ്ങി മിക്സ് ചെയ്ത് വെച്ചിരുന്ന മുട്ട ചേർത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒത്തിരി നേരം ഫ്രൈ ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ മുട്ടയുടെ പുറമൊക്കെ ഭയങ്കര റബ്ബർ പോലെ കട്ടിയായിപ്പോവും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റുക. എന്നിട്ട് അതിനകത്തേക്ക് തന്നെ ആ കുക്കറിലേക്ക് തന്നെ നമുക്ക് കുറച്ച് എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പകുതി സൺഫ്ലവർ ഓയിലും പകുതി ഒലിവ് ഓയിലുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 2-3 ടേബിൾ സ്പൂൺ വീതം രണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് 2-3 കറുവാപ്പട്ട ചേർത്ത് കൊടുക്കാം. ഒരു തക്കോല ഒന്ന് ചെറുതായിട്ട് പൊട്ടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 5 ഗ്രാമ്പൂ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ പെരിഞ്ജീരകമൊക്കെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2 ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കുക. തീ കുറച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചൂടാക്കാനായിട്ട്. അപ്പോൾ ആ ജീരകമൊക്കെ ഇങ്ങനെ കടുക് പൊട്ടുന്ന പോലെ ചെറുതായിട്ടൊന്ന് പൊട്ടി വരും. അപ്പോൾ ആ ഒരു സമയം വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഈ മസാലയൊക്കെ മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലും വരും. ആ ജീരകം ഒന്ന് പൊട്ടുകയും ചെയ്യും. ആ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു വലിയ സവോള നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. സവോള ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 2 സവോള വരെ ചേർത്ത് കൊടുക്കാം. 700 ഗ്രാം അരിയുടെ കണക്കാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് സവോളയുടെയൊക്കെ അളവ് കറക്റ്റാക്കി കൊടുക്കുക. അപ്പോൾ ഈ സവോള ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് ചേർത്ത് കൊടുക്കാം. ഇത് 1.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തീ കുറച്ചിട്ടുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തീ ഒത്തിരി കൂട്ടി വയ്ക്കരുത്. അപ്പോൾ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അടിയിൽ പിടിക്കും. അതുകൊണ്ട് തീ കുറച്ച് വെച്ച് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വാടി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ചേർക്കേണ്ടത് മാഗി ക്യൂബ്സ് ആണ്. മാഗിയുടെ ചിക്കൻ ക്യൂബ്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതാവുമ്പോൾ നമുക്ക് സാധാരണ നമ്മൾ ചിക്കൻ മന്തി ഉണ്ടാക്കുമ്പോൾ ആ ചിക്കൻ സ്റ്റോക്കിലല്ലേ നമ്മൾ റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഈ ഒരു റൈസിന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ മാഗി ക്യൂബ്സ് ഒഴിവാക്കരുത്. മാഗിയുടെ ചിക്കൻ ക്യൂബ്സ് ആണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വെജ് ക്യൂബ്സ് ആണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഒരു ചിക്കൻ ക്യൂബ്സ് ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും റൈസിന്.
അപ്പോൾ 2 എണ്ണം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് മന്തി മസാലയാണ്. ഒരു 1.5 ടേബിൾ സ്പൂണോളം മന്തി മസാല നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒത്തിരി സ്പൈസി ആയിട്ട് റൈസ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂണിൽ താഴെ ചേർത്താൽ മതിയാവും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാൻ കുറയ്ക്കാൻ ചെയ്യാം കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് തക്കാളി അരച്ചതാണ്. ഞാനൊരു മീഡിയം സൈസ് 2 തക്കാളി നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതൊന്ന് ഇനി ഒരു ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ മാറി മാറി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരും. ഇപ്പം കണ്ടില്ലേ, നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ആ ഒരു പരുവാകുന്നവരെ നന്നായിട്ട് ഇത് വഴറ്റി കൊടുക്കുക. നമ്മൾ ഈ എണ്ണ തെളിഞ്ഞു വരുന്നവരെ ഇത് വഴറ്റണം എന്ന് പറയുന്നത്, അതല്ലാന്നുണ്ടെങ്കിൽ തക്കാളിയുടെ ഒരു പച്ചയായിട്ടുള്ള ഒരു ടേസ്റ്റ് നമുക്ക് റൈസിൽ ഫീൽ ചെയ്യും. അപ്പം അങ്ങനെ വരാതിരിക്കാനാണ് ഇത് നന്നായിട്ട് വാടി വരുമ്പോഴാണ് കറക്റ്റായിട്ട് റൈസിന് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരുന്നവരെ തന്നെ വഴറ്റി കൊടുക്കണം. ഇനി ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് ഉണക്കനാരങ്ങയാണ്. നമ്മുടെ അറേബ്യൻ റൈസിനൊക്കെ ഉണക്കനാരങ്ങ ചേർക്കും. ഇതിപ്പോൾ ഇല്ലയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും വരത്തൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാവർക്കും കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഉണക്കനാരങ്ങ. അപ്പോൾ കിട്ടുന്നവർ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ സെല്ല റൈസാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇത് ഞാനൊരു 700 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരു 20 മിനിറ്റോളം വെള്ളത്തിലൊന്ന് കുതിർത്തിട്ട് കഴുകിയെടുത്ത അരിയാണ്. അപ്പോൾ അങ്ങനെ കുതിർത്തെടുക്കുമ്പോൾ കറക്റ്റ് വേവിന് കിട്ടും. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ അരി ഇതിനകത്തേക്ക് ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നന്നായിട്ട് ആ റൈസ് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഒത്തിരി നേരം ഇട്ട് വഴറ്റേണ്ട കാര്യമില്ല, ഒരു മിനിറ്റ് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ആ മസാലയൊക്കെ അതിൽ പിടിച്ച് കിട്ടും, അടിയിലൊന്നും പിടിക്കില്ല. അപ്പോൾ ഈ അരി തമ്മിൽ അങ്ങ് കുഴഞ്ഞു പോകാതിരിക്കാനും ഒക്കെ നല്ലതാണ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചേക്കണം. എന്നിട്ട് ഇത് വഴറ്റിയ ഉടനെ തന്നെ ഇതിനകത്തേക്ക് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കണം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്നുള്ള അളവിലാണ് വെള്ളം എടുത്തിരിക്കുന്നത്. അപ്പോൾ 700 ഗ്രാം അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഒന്ന് കപ്പിൽ അളന്ന് നോക്കിയിട്ട് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല തിളച്ച വെള്ളം തന്നെ ചേർക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് നമുക്കൊരു അരമുറി നാരങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. അതാകുമ്പോൾ നന്നായിട്ട് റൈസ് ഒട്ടിപ്പിടിക്കാതെ കിട്ടും. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഒരല്പം മുന്നിട്ട് നിൽക്കണം, എന്നാൽ മാത്രമേ റൈസിലേക്ക് കറക്റ്റായിട്ട് പിടിച്ചു കിട്ടുകയുള്ളൂ. അപ്പം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഉപ്പിട്ട് കഴിഞ്ഞിട്ട് ആ വെള്ളത്തിൻ്റെ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക. കാരണം നമ്മൾ ഇത്തിരി നാരങ്ങാനീരമൊക്കെ കൂടെ ചേർത്തല്ലേ, അപ്പോൾ ഇത് കറക്റ്റായിട്ട് ബാലൻസായി വരണമെങ്കിൽ ഉപ്പ് കുറച്ച് വേണ്ടി വരും. ഇത് ഹൈ ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ തിളച്ച് വരും. നമ്മൾ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമല്ലേ ഇതിനകത്തേക്ക് ചേർത്ത്, അപ്പോൾ അധികം താമസമൊന്നും ഉണ്ടാകത്തില്ല, പെട്ടെന്ന് തിളയ്ക്കാൻ തുടങ്ങും. അപ്പോൾ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് നമുക്ക് കുക്കർ അടച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 2 വിസിൽ കേൾക്കുന്നവരെ വേവിച്ചെടുക്കാം. 2 വിസിൽ കേട്ട് കഴിഞ്ഞാൽ ഉടനെ ഓഫ് ചെയ്യുക, അധികം നേരം വെച്ചുകൊണ്ടിരിക്കരുത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ആവി പോയതിന് ശേഷം മാത്രം തുറക്കുക. ഇതിപ്പോൾ 2 വിസിൽ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിരുന്നു. അതിൻ്റെ ആവിയെല്ലാം പോയതിന് ശേഷം തുറന്നിട്ടുണ്ട്. അപ്പോൾ നല്ല കറക്റ്റായിട്ട് റൈസ് വെന്ത് കിട്ടിയിട്ടുണ്ട്, ഉടഞ്ഞു പോകാതെ തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നമ്മൾ പുകയുടെ ഒരു ടേസ്റ്റ് ഇതിന് വരണം. അതിന് വേണ്ടി അതാകുമ്പോഴേ കുഴിമന്തിയുടെ കറക്റ്റ് ടേസ്റ്റ് ആവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിനകത്തേക്ക് ആദ്യം വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചാർക്കോൾ വാങ്ങിക്കാൻ കിട്ടും. ഒന്നെങ്കിൽ ചാർക്കോൾ കത്തിച്ച് വെച്ച് കൊടുക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ ചിരട്ടക്കനൽ, നമ്മൾ ചിരട്ട ഒന്ന് കത്തിച്ച് അത് കനലായി കഴിയുമ്പോൾ ഒരു പാത്രത്തിലേക്ക് അത് 2 പീസ് എടുത്ത് ഇതുപോലെ വെച്ചിട്ട് നമ്മുടെ ഈ നടുക്കോട്ട് അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ചൂടോടെ തന്നെ അതിനകത്തേക്ക് 1 സ്പൂൺ എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിച്ച് കഴിയുമ്പോഴേക്കും നന്നായിട്ട് പുകയാൻ തുടങ്ങും. അപ്പം തന്നെ കുക്കർ അങ്ങ് അടച്ചു വെച്ച് കൊടുക്കുക. ഇതിനി വേവിക്കുക ഒന്നും വേണ്ട, ചൂടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിങ്ങനെ തന്നെ ഒരു 10-15 മിനിറ്റ് അങ്ങനെ തന്നെ ഇരിക്കുക. അപ്പോൾ ആ കറക്റ്റ് പുകയുടെ ടേസ്റ്റും എല്ലാം കൂടെ വരുമ്പോഴേക്കും കറക്റ്റ് നമ്മുടെ കുഴിമന്തിയുടെ ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റിയ എഗ് മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ ലഞ്ച് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നല്ലതാണ്. വളരെ പെട്ടെന്ന് തന്നെ പണി കഴിഞ്ഞിട്ടും
ഇതിനോടൊപ്പം കൊടുക്കാൻ പറ്റിയ മയണൈസിൻ്റെ അതുപോലെ തന്നെ മന്തി ചട്നിയുടെയും വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുകൂടെ കണ്ടു നോക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.